ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു തീവ്ര ശിവഭക്തനായ മൂർത്തി നായനാരുടെ ജീവിതത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കാൻ പോകുന്നത്. പാണ്ഡ്യരാജ്യം താമ്രപർണി നദീ മൂലം ഫലഭൂയിഷ്ടമായി തീർന്നിരുന്നു. അവിടെ ഒരുപാട് നെൽവയലുകളും അതേപോലെ തന്നെ ഒരു തുറമുഖവും ഉണ്ടായിരുന്നു. കോർക്കൈ എന്ന ആ തുറമുഖത്തിലൂടെ വ്യാപാര ബന്ധങ്ങൾ ഒരുപാട് നടക്കുകയും ചെയ്തിരുന്നു. അങ്ങേയറ്റം വ്യാപാര സമർത്ഥമായിരുന്നു ആ പ്രദേശമാകെ. അതിൻ്റെ തലസ്ഥാനമാണ് മധുരാപുരി. മധുരാപുരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ മധുരാപുരിയിലെ മീനാക്ഷി സുന്ദര ക്ഷേത്രമാണ്. ആ മീനാക്ഷി സുന്ദര ക്ഷേത്രത്തിലെ മീനാക്ഷി ദേവി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും പ്രശോഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മീനാക്ഷി ദേവി 3 ലോകത്തിനും മാതാവായി ഭക്തരെ ഇന്നും പരിരക്ഷിക്കുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ദേവി കടക്കണ്ണുകൊണ്ട് പോലും അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. കളിയായി തത്തയോട് സല്ലപിച്ച് നിൽക്കുന്നവളും കദംബവനങ്ങളിലൂടെ നൂപുരധ്വനി മുഴക്കി സഞ്ചരിക്കുന്നവളും നീലത്താമര പോലുള്ള നയനങ്ങളിൽ വിഷ്ണുവിൻ്റെ മത്സ്യാവതാരത്തിൻ്റെ ഐശ്വര്യം വഹിക്കുന്നവളും നഖം കൊണ്ട് മാണിക്യവീണയിൽ നിന്നുതിർക്കുന്ന നാദധാരയാൽ വൃക്ഷങ്ങളെ രോമാഞ്ചമണിയിക്കുന്നവളും ഇന്ദ്രനീലത്തിൻ്റെ ശോഭയാർന്നവളും മലയധ്വജ പാണ്ഡ്യന് യാഗകുണ്ഡത്തിൽ നിന്ന് പുത്രിയായി ലഭിച്ചവളുമായ ഈ ദേവിയെ ഇന്ദ്രാദിദേവന്മാർ നിത്യവും താമ്രപർണി നദിയിൽ നിന്നുള്ള മുത്തുകളെ കൊണ്ട് അർച്ചിക്കുന്നു എന്നാണ് ചേക്കിഴാർ സ്വാമി മധുര മീനാക്ഷി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നത്. ഈ സുവർണ നഗരിയിൽ മൂർത്തിയാർ എന്നു പേരായ ഒരു ധനിക വൈശ്യൻ്റെ കഥയാണ് ചേക്കിഴാർ തുടർന്ന് വിവരിക്കുന്നത്. വൈശ്യകുലത്തിൽ മുഴുവൻ തപസ്സും പ്രത്യക്ഷീഭവിച്ചതുപോലെ ഉണ്ടായിരുന്ന മൂർത്തിയാർ എല്ലാ ബന്ധനങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവാൻ ശിവൻ്റെ പാദപത്മങ്ങളിൽ ദൃഢഭക്തിയുള്ളവനായിരുന്നു. ഹാലസ്യനാഥന്, അതായത് ഹാലാഹല വിഷം കുടിച്ച ശിവൻ, ചന്ദനാലേപം ചെയ്യാനായി ദിവസവും ചന്ദനം അരച്ചു കൊടുക്കുന്നതിൻ്റെ കർത്തൃത്വം ഇദ്ദേഹം ഏറ്റെടുത്തു. ദിവസവും സ്വന്തം ചന്ദനം വാങ്ങിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് അത് അരച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ചന്ദനാഭിഷേകം ശിവന് ദിവസവും നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭക്തനാണ് ഈ മൂർത്തിയാർ. ഇപ്രകാരം 20 സംവത്സരങ്ങൾ മൂർത്തിയാർ ശിവനെ അഭംഗുരം ചന്ദന ചാർത്ത് നടത്തി സേവിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഓർക്കാപ്പുറത്ത് കാട്ടുപ്രദേശമായ കരുനാടിൻ്റെ തലവൻ ചതുരംഗസേനയോടുകൂടെ വന്ന് മധുരാപുരിയെ ആക്രമിച്ചു. പാണ്ഡ്യരാജാവ് തൻ്റെ വീരസൈനികരോടൊപ്പം യുദ്ധം ചെയ്തെങ്കിലും അവസാനം തോൽപ്പിക്കപ്പെട്ടു. പുതിയ രാജാവ് ഒരു ജൈനമത വിശ്വാസിയായിരുന്നു. അയാൾ ജൈന സന്യാസിമാരെയും അവരുടെ ആത്മീയ ഗ്രന്ഥത്തെയും ബഹുമാനിക്കുകയും വേദങ്ങളെയും നിന്ദിക്കുകയും ശൈവദർശനത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജടാധാരിയായ ശിവൻ്റെ ഭക്തന്മാരെ പല വിധത്തിൽ ഉപദ്രവിക്കാനും രാജാവ് തയ്യാറായി. അവസാനം ജനങ്ങൾ ഭയന്ന് രാജാവിനെ അനുകൂലിച്ചു. എന്നാൽ മൂർത്തിയാർ തൻ്റെ ശിവഭക്തി തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ദിവസവും ചന്ദനം വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് അരച്ച് ശിവന് ചന്ദനാഭിഷേകം ചെയ്തുകൊണ്ട് കാലം കഴിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദനം മുട്ടിക്കിട്ടാൻ പ്രയാസമായി. രാജാവ് ചില നിബന്ധനകൾ വച്ചു. അതിൻ്റെ ഫലമായിട്ട് ചന്ദനം ആരും വിൽക്കാതായി. അങ്ങനെ ചന്ദനം വാങ്ങാൻ പറ്റാതെ ഈ മൂർത്തിയാർ വല്ലാതെ വിഷമിച്ചു. പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നിട്ടും കർണാടക ദേശത്ത് പോയിട്ട് പോലും ഈ ചന്ദനം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നില്ല. അവസാനം അദ്ദേഹം വളരെ വേദനയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം
താൻ മുഴുക്കൈ കല്ലിലുരസി തേക്കുന്നതിന് യാതൊരു മുട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്രകാരം തന്നെ ചെയ്തു. അങ്ങനെ സ്വന്തം കൈമുട്ട് ആ ഉരകല്ലിൽ അരച്ച് ആ ചാറ് ശിവനെ അഭിഷേകം ചെയ്യിച്ചു. ആ ഭാഗം വളരെ വികാരഭരിതമായ ആ രംഗം ചേക്കിഴാർ സ്വാമികൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. നട്ടം പുരിവാരണി നറ്റിരു മെയ്പൂച്ചിൻ്റു മുട്ടും പരിചായിനുന്തേക്കുംകൈ മുട്ടാതെൻ്റെ വട്ടന്തികൾ പാറയിൽ വൈത്ത് മുഴങ്കൈ തേയ്ത്താൻ കട്ടും പുറന്തോൾ നരമെൻപു കരൈന്തു തേയേ. അങ്ങനെ സ്വന്തം കൈത്തണ്ട ഉരകല്ലിൽ അരച്ച് അതിനൊരു മുട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അങ്ങനെ തോലും രക്തവും ദശയും എല്ലാം തേഞ്ഞുരഞ്ഞ് ഒഴുകി തുടങ്ങി. ഭക്തൻ്റെ ആ സ്ഥിതി കണ്ട് അലിഞ്ഞ ശിവപെരുമാൻ പ്രത്യക്ഷനായി. അടുത്തു വന്നു എന്ന് മാത്രമല്ല, ആ സ്ഥിതി മാറി എല്ലാം ശുഭമായി തീരുമെന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ വടുക രാജാവ് മരണപ്പെടുകയും യുവരാജാവില്ലാത്ത സ്ഥിതിവിശേഷത്തെ അമാത്യന്മാർ യോഗം കൂടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തു. അതിലെ തീരുമാനം ആകസ്മികമായിരുന്നു. അതായത് ഇനി ഒട്ടും സമയം കളയാനില്ല. അതുകൊണ്ട് നമ്മുടെ കൊട്ടാരം ആനയെ അലങ്കരിച്ച് പൂമാലയുമായി കണ്ണുകെട്ടി തെരുവീഥികളിലൂടെ നടത്തുക. ആ ഗജവീരശ്രേഷ്ഠൻ ആരെയാണോ മാലയിടുന്നത് അദ്ദേഹത്തെ നമുക്ക് രാജാവായി വാഴിക്കാമെന്നവർ തീരുമാനിച്ചു. അപ്രകാരം ആന മധുരയിലെ രാജവീഥികളെല്ലാം നടന്ന് തിരിഞ്ഞ് സുന്ദരേശ്വര ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന മൂർത്തി നായനാരെ കണ്ട് ആ മൂർത്തി നായനാരുടെ മുമ്പിൽ മുട്ടുകുത്തി തുമ്പിക്കൈയാൽ പുറത്തെടുത്ത് വെച്ച് രാജധാനിയിലേക്ക് കൊണ്ടുവരപ്പെട്ട മൂർത്തി നായനാരെ മാലയിട്ട് സ്വീകരിച്ചു. ഈ സംഭവത്തിൽ മൂർത്തി നായനാർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അമാത്യന്മാരോട് പറഞ്ഞു, ഞാൻ രാജാവാകണമെങ്കിൽ 3 നിബന്ധനകൾ പാലിച്ചിരിക്കണം. അങ്ങനെ 3 നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഞാൻ രാജാവായി രാജ്യം ഭരിക്കുകയുള്ളൂ. അമാത്യന്മാർ സമ്മതിച്ചു. കാരണം ഭരണം പെട്ടെന്ന് തന്നെ രാജാവിനെ ഏൽപ്പിക്കേണ്ട ചുമതലയുണ്ടായിരുന്നു. അതുകൊണ്ട് മൂർത്തി നായനാരുടെ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഈ 3 ആവശ്യങ്ങൾ നിറവേറ്റി തരാമെന്ന് അമാത്യന്മാർ വാക്കുകൊടുത്തു. ആ 3 ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നുണ്ട്. വയ്യം മുറൈ ചെയ്തവനാകിൽ വയങ്കി നീറേ ചെയ്യും അവിടേകമൂമാക ചെഴുങ്കലൻകൾ അയ്യൻ ആടയാളമൂമാക അണിന്തു താങ്കും മൊയ്പുൻ ചുടൈമാ മുടിയവേ. ഇതാണ് വരിക. അതായത് അഭിഷേകം വിഭൂതി കൊണ്ടായിരിക്കണം. അതായത് രാജാവിനെ ഈ മൂർത്തി നായനാരെ അഭിഷേകം ചെയ്യുന്നത് ഭസ്മാഭിഷേകം കൊണ്ടായിരിക്കണം. തനിക്ക് ഭസ്മാഭിഷേകത്തിലൂടെ രാജാവാകാൻ പറ്റൂ. ഇത് 1ാമത്തെ ആവശ്യം. പിന്നെ 2ാമത്തേത് ശിവചിഹ്നമായ രുദ്രാക്ഷം മാത്രമേ താൻ ആഭരണമായി ധരിക്കുകയുള്ളൂ. അതും അമാത്യന്മാർ അംഗീകരിച്ചു. 3ാമത്തേത് കിരീടം ജടാമകുടമായിരിക്കണം. ജട കൊണ്ടുള്ള കിരീടമാണ് താൻ ധരിക്കുക എന്ന് പറഞ്ഞു. അവരത് 3ഉം അംഗീകരിച്ചു. അങ്ങനെ രാജാവായി അദ്ദേഹം ശൈവ ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ശിവപൂജയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും വൈദികാഗമധർമ്മങ്ങൾ വീണ്ടും രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു. ജനങ്ങളുടെ ഏറ്റവും ഉറ്റതോഴനായ ഈ മൂർത്തി നായനാർ അങ്ങനെ സമ്പൽ സമർത്ഥമായി എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്തുകൊണ്ട്, എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് പാണ്ഡ്യനാട് വാഴാനും തുടങ്ങി. അങ്ങനെ അയൽപ്രദേശങ്ങളിലുള്ള രാജാക്കന്മാർ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണ സംവിധാനം കണ്ട് അത്ഭുതപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകരായി തീർന്നു. കാരുണ്യവാരിധിയായ ഹാലസ്യനാഥൻ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും
ചൊരിഞ്ഞുകൊണ്ട് വരികയാണ്. താൻ രാജ്യം ഭരിക്കുന്നത് ഭഗവത് കൃപ കൊണ്ട് ശൈവവൈദിക മതം പുനഃസ്ഥാപിക്കാൻ മാത്രമാണെന്ന് മൂർത്തി നായനാർ ആദ്യത്തെ മഹാസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു. മന്ത്രിമാർ സന്തോഷത്തോടെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. രാജാവായി വാഴിക്കപ്പെട്ട മൂർത്തിയാർ സമർത്ഥരായ മന്ത്രിമാരുടെ സഹായത്തോടെ ജൈനന്മാരെയും അവരുടെ നിയമങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം പാണ്ഡ്യരാജ്യത്തു നിന്ന് തുടച്ചു നീക്കി. തൻ്റെ കളങ്കമറ്റ ജീവിതം കൊണ്ട് മൂർത്തിയാർ സ്വന്തം പ്രജകളുടെ മാത്രമല്ല മറ്റ് രാജാക്കന്മാരുടെ പോലും ആരാധനാപത്രമായി. ദേഹാന്ത്യത്തിൽ ഭഗവാൻ ആ ഉത്തമ ഭക്തനെ തൻ്റെ പാദാംബുജങ്ങളിൽ ചേർത്തു. മൂർത്തിയാരുടെ ഈ ചരിത്രം കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ശിവപ്രസാദത്തിലൂടെ മുക്തി സുലഭമായി ലഭിക്കും എന്നാണ് ചേക്കിഴാർ സ്വാമികൾ നമുക്ക് ഉറപ്പ് തരുന്ന കാര്യം. ഓം ശിവായ നമഃ.